മനസ്സറിഞ്ഞ് സഹായിക്കണം. നിങ്ങളും സമാധാനപ്പെടും. ജീവിതം സാർ ഇപ്പോഴും ഔട്ട് ഓഫ് റേഞ്ച് ആണ്. ഞാൻ കരുതി ഓള് ഫോൺ എടുത്തത്. മനുഷ്യന് മുന്നിൽ മക്കാറാക്കലേ മോനെ. സോറി സാർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. റെക്കോർഡഡ് മെസ്സേജ് ഉണ്ട്. യെസ്, തമിഴിലാണ് സാർ. അപ്പോ ഒത്തിരി ദൂരം പിന്നിട്ടിരിക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആനപ്പാറ കഴിഞ്ഞാലും തമിഴ്നാടല്ലേ. വണ്ടിയിൽ പെട്രോൾ എത്ര കാണും? ഡീസലാണ് സാർ, ഫുൾ ടാങ്ക് ഉണ്ടാവും. തോളി തൂക്കിക്കൊണ്ട് വരുമ്പോ നല്ല വെയിറ്റ് ആയിരുന്നു കേട്ടോ. ഇത്ര വേണ്ട. 4-5 ദിവസം ഇവിടെ പട്ടിണി കിടക്കുമ്പോ താനെ മെലിഞ്ഞോളും. 11 മണിക്ക് ജ്യൂസ് എന്ന് പറയുമ്പോ ഇവിടെ എവിടെ കിട്ടാനാ? ഹലോ, എങ്ങനെയുണ്ട് നമ്മുടെ AC റൂം പരവതാനി? തൽക്കാലം ഒന്ന് സഹകരിക്കണേ. ബോധം പോയാൽ തിരിച്ചു വരാൻ ഇത്രയും സമയം എടുക്കൂ? ചിലപ്പോ ബോധക്കേടോടുകൂടി ഉറങ്ങിയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നേരം വെളുത്തല്ലോ. ഉണരൂ വേഗം നീ സുമറാണി. നല്ല ഭംഗിയുണ്ടല്ലോ ഉറങ്ങണ കാണാൻ. നല്ല രസം. രാത്രി മുഴുവൻ ഉറങ്ങാത്തോണ്ടായിരിക്കും നല്ല ഉന്മേഷം. നന്നായി ഉറങ്ങിയത് കൊണ്ടായിരിക്കും കുട്ടിക്ക് ക്ഷീണം. പാവം. ഉണന്നാ എന്നാ നീയായിരുന്നോ? അഴിച്ചുവിടാ എന്നെ. ദ്രോഹി എന്നെ അഴിച്ചുവിടാൻ. ദൈവമേ, എനിക്കിന്ന് ഷൂട്ടിംഗ് ഉള്ളതാ. മറ്റന്നാ മുതൽ ഗൾഫ് പ്രോഗ്രാമിന്റെ റിഹേഴ്സലാ. ചന്തേ പട്ടി എന്നെ അഴിച്ചുവിടാൻ. മനുഷ്യ പിശാചേ, എന്നെങ്കിലും കിട്ടിയിട്ട് കൊല്ലാതെടാ. അഴിച്ചുവിടറാ, അഴിച്ചുവിടാൻ. അയ്യോ, ഞാൻ പ്രതീക്ഷിച്ചത് നല്ല പുളിച്ച തെറിയാ. ഈ സിനിമാക്കാരൊക്കെ നല്ല സ്റ്റാൻഡേർഡ് അല്ലേ? അതെ, ഒറ്റക്കിടപ്പ് കിടന്നുകൊണ്ടാ ബോറടിച്ചത്. ഇനി കുറെ നേരം ഇങ്ങനെ നിക്കാം. പുറയിലൊരു കട്ടില് കെട്ടിവെച്ചെന്നും തോന്നും. അത്രേ ഉള്ളൂ. ലോകത്തൊരു കിഡ്നാപ്പറും ഇത്ര മനസാക്ഷി കാണിച്ചിട്ടുണ്ടാവില്ല. ആരെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? എന്തിനാ മുഖത്ത് തുപ്പാനാ? അല്ല, ചില സിനിമയിലെ കണ്ടിട്ടുണ്ടേ. സമ്മതിച്ചു. തറയാ, തറ തന്നെ. എന്താണെങ്കിലും ചെറുക്കൻ മിടുക്കനാണ് ചേട്ടാ. മുൻഷി വരുന്നുണ്ട്. ചായ. ഇത് കട്ടനാണല്ലോ. ഇവിടെ ഇരുന്നോ? ടി വി ഒന്നല്ലോ. എല്ലാവർക്കും കൂടെ അകത്തിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാ. മോളെ, കട്ടൻ ചായ ബാക്കി അമ്മ എടുത്തോണ്ട് വരാം. ശരി അമ്മ. ഷൂട്ട് ചെയ്തോട്ടെ. കട്ടൻ ചായ തന്നോ. പോലീസ്. അയ്യോ, പോലീസ്. എന്നെ കണ്ട ആരും ഭയന്ന് ഓടണ്ട. ആരെ അറസ്റ്റ് ചെയ്യാനോ തല്ലാനോ വന്നതല്ല. ഒന്നുമില്ല, നിങ്ങൾ പോരെ, എല്ലാരും പോരെ, ഒരു കുഴപ്പമില്ല. ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഇരിക്കേ. സാർ ഇരിക്കണം. എല്ലാവരും ഇരുന്നോളൂ. എന്നോടൊപ്പം ഇരുന്ന് വാർത്ത കാണാനുള്ള ഒരു അവസരം ഞാൻ തരാം. നന്ദിയുണ്ട് സാർ. ഈ അസുലഭ നിമിഷം പേടികാരനാരും നഷ്ടപ്പെടുത്തണ്ട. ഇല്ല സാർ, ഒരിക്കലും. ചേച്ചി വാർത്ത ഇല്ല, വേഗം വാ. സാർ നമസ്കാരം. നമസ്കാരം മോനെ. അറിയാതെ മാറിയിരിക്കടാ. സാറേ നമസ്കാരം. അവന്റെ ഒരു ഇന്നലെ ഞാൻ വന്നപ്പോ ഒരു സാധനം ഇവിടെ വെച്ച് മറന്നുപോയി. കുട്ടിയത് കണ്ടോ? എന്താ? എന്റെ ഹൃദയം. അമ്മ അതെടുത്ത് അടുപ്പിലിട്ടു. ഏട്ടനെ ഞാൻ പിടിക്കില്ല. പിടിച്ചാലും ഞാൻ തല്ലില്ല. തല്ലിയാലും ഞാൻ നോവിക്കില്ല. പക്ഷെ സഹകരിക്കണം. എന്താ? സഹകരിക്കണം. അച്ഛാ, നമസ്കാരം. പ്രധാന വാർത്തകൾ. സുപ്രസിദ്ധ സിനിമാ താരം സ്നേഹയെ തട്ടിക്കൊണ്ടുപോയി. അനിശ്ചിതകാലമായി തുടർന്ന ബസ് സമരം ഒത്തുതീർപ്പായി. ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ത്യക്ക് വിജയം. വാർത്തകൾ വിശദമായി. മാമംഗലത്ത് കാർത്തിക സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതിവിദഗ്ധമായ രീതിയിൽ സ്നേഹ കടത്തപ്പെട്ടത്. നല്ല കൊച്ച്.
ഐരാണിക്കര ഗ്രാമത്തിലെ ജീവൻ എന്ന സിനിമാ മോഹിയായ ഒരു ചെറുപ്പക്കാരനാണ് സ്നേഹയെ തട്ടിക്കൊണ്ടുപോയത്. ഒരു സ്നേഹം. മാതൃസ്നേഹത്തിന്റെ പരമോന്നതയിലാണ് ആ മാതാവ്. ആ മനസ്സ് വരാൻ മീൻ പിടയും. വളരെ നാടകീയമായ രീതിയിലാണ് ഇത് സംഭവിച്ചത്. ഈ രംഗമാണ് അവസാനമായി സ്നേഹയെ വെച്ച് ചിത്രീകരിച്ചത്. കാർ പോർട്ടിഗോയിൽ നിർത്താനായിരുന്നു സംവിധായകൻ മഹേന്ദ്രൻ പറഞ്ഞിരുന്നത്. എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അതിവേഗത്തിൽ കാർ സ്റ്റുഡിയോ കടന്നു പോവുകയാണ് ഉണ്ടായത്. ഷൂട്ടിംഗ് സ്ഥലത്തുണ്ടായിരുന്ന ടെക്നീഷ്യൻസ് വണ്ടിയുടെ പുറകെ ഓടി തടയാൻ ശ്രമിച്ചെങ്കിലും ഡ്രൈവിംഗിൽ അതിവൈദഗ്ധ്യം കാട്ടിയ ജീവന്റെ മുന്നിൽ സിനിമാ പ്രവർത്തകർ പതറിപ്പോവുകയാണ് ഉണ്ടായത്. വണ്ടി ഓടിപ്പിൽ അവനെ ആരാ ജയിക്കാ അല്ലേടോ? അതെ അതെ, അസാധ്യ ഡ്രൈവിംഗ്. അവനെ കിട്ടിയിരുന്നെങ്കിൽ പോലീസ് എടുക്കായിരുന്നു. ഓ, കൊത്തിയാവുന്നു. ജീവന്റെ സംഘത്തിൽ കൂടുതൽ ആൾക്കാരുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നു. ഒരുമാതിരി വൃത്തിയോട് പറയരുത്. എന്റെ മോൻ ഒറ്റക്കാ ചെയ്തത്. അതിനുള്ള തന്റെ അവനുണ്ട്. അഭിമാനി അച്ചക്കൻ. ജീവൻ ഒരു മാനസിക രോഗിയാണെന്ന അഭ്യൂഹങ്ങളുണ്ട്. എന്നാൽ ഒരു തീവ്ര പ്രണയത്തിന്റെ പേരിലാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ എന്നും ചില സൂചനകൾ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തു നിന്നും അറിവായിട്ടുണ്ട്. ചെക്കൻ പാണി പറ്റിച്ചു. ഗോഡ് ബ്ലസ് യു. കുളിക്കുമ്പോൾ ഇങ്ങനെ രണ്ട് കയറും പിടിച്ചിരിക്കുമ്പോ എനിക്ക് എന്താ ഓർമ്മ വരുന്നതെന്നറിയോ സ്നേഹേ? നിന്റെ തമ്പ് ചത്തുമല്ലെന്ന് നടക്കുന്നതായിരിക്കും. ഞങ്ങൾക്ക് വലിയ 2 പശുക്കളുണ്ടായിരുന്നു. ഞാനാ മേയ്ക്കാൻ കൊണ്ടുവരുന്നത്. വയലിൽ മേയാൻ വിട്ടിട്ട് കരയിൽ കയറും പിടിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ആ പശുവിനെ കുളിപ്പിക്കുന്നത് ഞാനായിരുന്നു. ദേഹത്ത് വെള്ളം വീഴുമ്പോ അത് മൂത്രമൊഴിക്കും. നല്ല രസമായിരുന്നു. എന്താ പശു അല്ല, എന്താ സ്നേഹ പറഞ്ഞേ? ചേട്ടാന്ന് വിളിച്ചതാ. ചേട്ടാ എന്നെ ആക്കിയതല്ലെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എത്ര പെട്ടെന്ന് ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നി തുടങ്ങുന്നതല്ലേ? അതിൽ അത്ഭുതമൊന്നും ഇല്ലാട്ടോ. ഇങ്ങനൊരു മിടുക്കനെ ഏത് പെണ്ണ ഇഷ്ടപ്പെടാത്തെ? അത്രേ ആളുകളുടെ മുമ്പിൽ വെച്ചല്ലേ തട്ടിക്കൊണ്ടുപോകുന്നത്. ഭയങ്കര കാറോടിപ്പ് തന്നെയാട്ടോ. എന്നെ ഇവിടെ കൊണ്ടുവന്ന് മാനഭംഗപ്പെടുത്താനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു രാത്രി കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി, പെൺകുട്ടികളെ നശിപ്പിക്കുന്ന ഒരു കശ്മലനല്ല ഈ ജീവനെന്ന്. പക്ഷേ എനിക്ക് ഇനിയും മനസ്സിലാക്കാനുണ്ട്. എല്ലാം മനസ്സിലായി കഴിയുമ്പോ എന്റെ ജീവനും ആ ജീവനും ഒന്നാവും. ഒന്ന്. ഒരു നിമിഷം കണ്ണടച്ചിരുന്നാൽ സ്നേഹത്തിന്റെ ഈ റാണി അങ്ങയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. ഒരു നിമിഷമല്ല, ഒരു യുഗം വേണമെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ തപസ്സിരിക്കും. സ്നേഹേ വന്നോ? സ്നേഹം വന്നോ? സ്നേഹേ വന്നോ? സ്നേഹം വന്നോന്ന്. സ്നേഹേ സ്നേഹേ സ്നേഹേ. ഹലോ. കഴുത്തിലെ കേട്ട നന്നായി മുറുക്കി താടാ. ഇതിലും ഭേദം ചാവുന്നതാ. അയ്യടി, കൊല്ലാനല്ല ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടു കെട്ടിട്ടിരിക്കുന്നത്. മരിക്കണോ? അത് നമ്മൾ ഒരുമിച്ച്. ജീവിക്കണോ? അതും നമ്മൾ ഒരുമിച്ച്. ഇത് നോക്ക് നവദമ്പതികളെ. ഇനി പറ, ഞാൻ നിന്റെ ആരാ അല്ലെങ്കിൽ നീ എന്റെ ആരാ? സിനിമയിൽ ആരെല്ലാം എന്നെ കല്യാണം കഴിക്കുന്നുണ്ട്, അവർക്ക് ഭർത്താവാകൂ. എടി പ്രാന്തി, ഇത് അങ്ങനെയല്ല. ഞാൻ സ്നേഹിച്ചതാ, ആരാധിച്ചതാ.
അതിനിടയ്ക്കായി ഈ താലികെട്ട് ഞാൻ മനസ്സിൽ കൊണ്ട് കെട്ടിയതാ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരുന്നാളോ അഴിക്കണ്ടെന്ന്. അപ്പൊ നീ എന്നും പറഞ്ഞ് ചിരിച്ച്. ഇത് പ്രാന്തൊന്നുമല്ല പെണ്ണെ, പ്രേമ, നല്ല അസല് പ്രേമം. നീ നിന്റെ കുടുംബവും മുടിഞ്ഞു പോകത്തുള്ളടാ. ഈ തല്ലിയത് മുഴുവൻ നിന്നെയാ. എന്നെ തെറി വിളിച്ചോ ശപിച്ചോ എന്റെ അച്ഛനും അമ്മ ഒന്ന് പറയരുത്. ഇങ്ങനെ പട്ടിണി കിട്ട് കൊല്ലുന്നതിൽ എന്നെ ഒറ്റയടിക്കാൻ കൊല്ലടാ. ആ